ഞാൻ ഇന്ന് രാവിലെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പറഞ്ഞു. അത് എന്താണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തായാലും ശ്വേതാമേനോൻ നടി എന്താണ് അതിന്റെ ഒരു അഭിപ്രായം എന്താണ് അതിനോട്? ഐ തിങ്ക് ഞാനാണെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തേനെ അന്ന് തന്നെ. അതാണ് വ്യത്യാസം. ഒരു പ്രധാന പോസ്റ്റ് ഇരിക്കുന്ന ആൾക്കെതിരെയാണ് ഒരു ആരോപണം വന്നിരിക്കുന്നത്. അപ്പൊ ആ പോസ്റ്റ് ശരിക്കും അയാൾ മാറണ്ടേ? എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ ഏതോ ഒരു മന്ത്രിന്റെ എന്തോ MLA-ന്റെ എന്തോ എതിരായിട്ട് കംപ്ലൈന്റ് കൊടുത്ത ആളല്ലേ. ഞാനത് നോക്കില്ല. എന്നെ സംബന്ധിച്ച പൊസിഷൻ വേറെയാണ്, മനുഷ്യനാണ്. അതൊന്നും ഞാൻ തീരുമാനിക്കില്ല. അത് സത്യമാണോ കറക്റ്റാണോ റോങ് ആണോ എനിക്കറിയില്ല. അത് ലെറ്റ് ദ ലോ ടേക്ക് ഇറ്റ്സ് ഓൺ ദിസ് തിങ്. പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യും. I don't believe it. അതൊന്നും ഇതൊക്കെ സിനിമ ഈസ് നോട്ട് ലോ. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. അത് നമ്മൾ ലോ അബൈഡ് ചെയ്യുക അതൊക്കെ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഡാർലിങ്. അതൊക്കെ നമ്മൾ വി ഹാവ് ടു ഫൈറ്റ് അവർ ഓൺ ബാറ്റിൽ. അത് നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. ഒരു സർക്കാർ ഇറ്റ്സ് നോട്ട് ഒരു ഗവൺമെൻറ് ബോഡി അല്ല സിനിമ ഈസ് എൻ എൻ്റർടൈൻമെൻറ്റ്. അത് അതിൻ്റേതായ ഒരു ഫീൽഡാണ്. ആൻഡ് സാഡ്നെസ് എന്താ അറിയോ, ഈ ഒരു ഇൻഡസ്ട്രി ഒരു ലോ മറ്റെന്താ പറയുക സർക്കാർ ഇതിന് നോക്കണു അല്ലാതെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടം തോന്നുന്നു. ബിക്കോസ് നമ്മൾക്ക് എല്ലാവർക്കും എൻ്റെ പോലെ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സോ ഐ വോണ്ട് സേ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത പെണ്ണുങ്ങളുടെ കൂടെ അല്ലാന്ന്. ഞാൻ അവരുടെ കൂടെ തന്നെയാണ്. പക്ഷെ അവർ ഇന്ന് കുറച്ച് ലേറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ഒരു ഇന്നല്ല നാളെയല്ല 100 വർഷം കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അൺടിൽ അൺലെസ് നമ്മൾ നമ്മളുടെ രീതിയിൽ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തെറി പറയുക, അടി അങ്ങനെയല്ല. വി ഹാവ് ടു നോ പറയുന്ന സ്ഥലത്ത് നോ പറയാൻ പഠിക്കണം. അത്രയേ ഉള്ളൂ. ആ ധൈര്യം ഇല്ലെങ്കിൽ ദെൻ അല്ല കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം 5 വർഷം മുമ്പെയാണ് പാർവതി ജനറൽ ബോഡിയിൽ ഇതിനെ പറ്റി നമ്മളെല്ലാവരും സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ വെരി വാലിഡ് പോയിന്റ്. പക്ഷേ ഇത് ഞാൻ ബോളിവുഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടാത്ത സമയത്ത് ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഇവിടുന്ന് വർക്ക് ചെയ്ത് ഞാൻ അന്ന് സ്കൂളിലുണ്ടായ സമയത്ത് എനിക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. എൻ്റെ അച്ഛനമ്മ കൂടെ ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ. പക്ഷെ ബോളിവുഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് ഇതേ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സ് തന്ന ഒരു ഇതാണ്. മേക്കപ്പ് വാന് ഇല്ലെങ്കിലും ഒരു ബാത്റൂം എൻ്റെ സെറ്റിലെല്ലാം ബാത്റൂം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇതേ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് നന്നായി എന്നെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എന്താ പറയുക ബാത്റൂം എല്ലാം ഉണ്ടാക്കിയിട്ടും എനിക്ക് യൂസ് ചെയ്യാനുള്ള ബിക്കോസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. അത് എൻ്റെ റൈറ്റാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് വാനിൽ ഇരിക്കുമ്പോൾ വേറെ കുറേ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടണമെന്ന് ഉണ്ടാവില്ല. അപ്പോൾ അവർ ചോദിക്കണം. ഞാൻ എത്രയോ പ്രാവശ്യം പെണ്ണുങ്ങളോട് പറയാറുണ്ട്, ചോദിക്കൂ. നിങ്ങൾക്ക് ബാത്റൂം പോകണമെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളൊരിതില്ല. എന്തുകൊണ്ട്? ഞാനെല്ലാം ആലോചിക്കും ഇവരെന്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം എന്താ പറയുക കിഡ്നി സ്റ്റോണും ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണും ഇതൊക്കെ വരുന്നത്. സീരിയസ്ലി ചക്കരെ ഞാനും തുടങ്ങിയതല്ലേ. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ തുടങ്ങിയില്ലേ, ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. ഐ ഫീൽ എല്ലാവർക്കും അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും ബാക്ക്ഗ്രൗണ്ട്. ചില ആൾക്കാർക്ക് അതൊരു വരുമാനം, അവരുടെ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ അവരുടെ ഫാമിലി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ ആ പൈസ കിട്ടാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ അങ്ങനത്തെ ആൾക്കാർ അവരെങ്ങനെ ഇത് അപ്പോൾ എനിക്ക് ഒരാളെയും പറയാൻ പറ്റില്ല നിങ്ങൾ തെറ്റാണ്. പക്ഷെ ഞാൻ പറയണത് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ ഒരാളും നമ്മൾ അച്ഛനമ്മമാരോട് നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ ചോദിച്ചാലല്ലെങ്കിൽ മിഠായി വേണം ഇന്ന് യെസ് ഓർ നോ എന്ന് പറയില്ലേ അവർ. ചോദിക്കുമ്പോഴല്ല അച്ഛനമ്മമാരിങ്ങനെ വെറുതെ ചോക്ലേറ്റ് ഒന്നും തരൂലല്ലോ. പണ്ട് ഈ മേക്കപ്പ് വാനെല്ലാം ഇപ്പോഴല്ലേ വന്നേ. പണ്ടെല്ലാം നമ്മൾ സാരി ഇതിപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ
നക്ഷത്ര കൂടാരെല്ലാം നമ്മൾ ഷൂട്ടിങ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫീൽഡിലോ അല്ലാതെ ഗ്രൗണ്ടിലെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ സാരീസ് എല്ലാം കെട്ടി അല്ലാതെ ഒരു പായ വിരിച്ച് അങ്ങനെയൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. യെസ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ വന്നിട്ടുണ്ട്.